കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 4 ഇയർ ഡിഗ്രി ബികോം വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെമസ്റ്ററിലെ ഫങ്ഷണൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റാണ്. അപ്പോൾ ഫങ്ഷണൽ മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫങ്ഷണൽ മാനേജ്മെൻറ്റ് നമ്മൾ യൂട്യൂബിലായിരിക്കും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പെയ്ഡ് ക്ലാസ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യുക. പെയ്ഡ് ക്ലാസ്സിൽ നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ അതിൻ്റെ നോട്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇത്രയും കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്ത് നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് മാനേജേഴ്സ് അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം +2 ക്ലാസ്സുകളിൽ നമ്മൾ കേട്ട് വന്നതാണ് എന്താണ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. നമുക്ക് പറയാം മാനേജ്മെൻറ്റ് എന്നതാണ് ഒരു പ്രോസസ്സാണ്. എന്തൊക്കെ പ്രോസസ്സാണ് അതിലുള്ളത്? പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, ലീഡിംഗ് ഉണ്ട്, ആൻഡ് കൺട്രോളിംഗ് ഉണ്ട്. എന്തിനെയാണ് ഈ പ്ലാൻ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ലീഡ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്? ഓർഗനൈസേഷനിലെ റിസോഴ്സസിനെ. അപ്പോൾ ഓർക്കുക, മാനേജ്മെൻറ്റ് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ ഇത്തരം കാര്യങ്ങളുണ്ട്. എന്തിനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്? ഓർഗനൈസേഷണൽ റിസോഴ്സസിനെയാണ്. എന്നിട്ട് നമ്മൾ എന്ത് അച്ചീവ് ചെയ്യും? അച്ചീവ് സ്പെസിഫിക് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. വെറുതെ ഗോൾസും ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്താൽ പോരാ, അതെങ്ങനെ അച്ചീവ് ചെയ്യണം? എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും എന്ത് ചെയ്യണം? അച്ചീവ് ചെയ്യണം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം, മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ്. എന്തൊക്കെ വരും? പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ് ആൻഡ് കൺട്രോളിങ് ആൻഡ് ഓർഗനൈസേഷൻ റിസോഴ്സസ്. ഏതൊക്കെയാണ് റിസോഴ്സസ്? പീപ്പിള്, ഫിനാൻസ് ആൻഡ് മെറ്റീരിയൽ. എന്തിനു വേണ്ടി? ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. ഇനി ഈ ഓർഗനൈസേഷനിൽ ഒരുപാട് പ്രോസസ്സുകളും അതുപോലെ ഒരുപാട് കാര്യങ്ങളുമുണ്ട്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാം. ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് മാനേജ്മെൻറ്റിൽ ചെയ്യുന്നത്. ഇനി ഒരു ഡെഫിനിഷനൂടെ പഠിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ് ആൻഡ് കൺട്രോളിങ് റിസോഴ്സസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ലീഡ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി വാട്ട് ആർ ദി ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്? പ്രധാനമായിട്ടും 3 ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് നമുക്കുള്ളത്. ടോപ്പ് ലെവലുണ്ട്, അതുപോലെ തന്നെ മിഡിൽ ലെവലുണ്ട്, ദെൻ വരുന്നതാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെ ലെവൽസ് ആണ്? ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്നാണ് 3ആയിട്ട് എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഒരു ഓർഗനൈസേഷന് ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ അത് ആരൊക്കെയാണെന്ന് പഠിക്കാം. അതായത് ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആവാം, അല്ലെങ്കിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആവാം, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആവാം, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആവാം. ഇവരെയാണ് നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. CEO, COO, CFO ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇനി എന്താണ് ഇവർ ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഡയറക്ഷനും സ്ട്രാറ്റജീസും സെറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കും. ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. ദെൻ മേജർ ഡിസിഷൻസ് എടുക്കുന്നതും ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കും. ഓവർസീസ് ദ പെർഫോമൻസ് ഓഫ് മിഡിൽ ലെവൽ മാനേജേഴ്സ്. മിഡിൽ ലെവൽ മാനേജേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കിക്കാണുന്നതും ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് പഠിക്കാവുന്ന 3 റോളാണല്ലോ അവർക്കുള്ളത്. ഒന്ന്, ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജീസ് എന്ത് ചെയ്യുന്നു? സെറ്റ് ചെയ്യുന്നു. മേജർ ഡിസിഷൻസ് എടുക്കുന്നു. മിഡിൽ ലെവൽ മാനേജേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നു. ഇനി രണ്ടാമത് വരുന്നതാണ് മിഡിൽ ലെവൽ മാനേജേഴ്സ്. മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ തൊട്ട് താഴെ വരുന്ന ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. അത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളാവാം, അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജേഴ്സ്, റീജിയണൽ മാനേജേഴ്സ്, പ്രോജക്റ്റ് മാനേജേഴ്സ്, ഇങ്ങനെ ആര് വേണമെങ്കിലും എന്താവാം? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ വരാം. ഇനി എന്താണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്തായിരിക്കും ചെയ്യുന്നത്? ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്ത സ്ട്രാറ്റജീസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കും.
അപ്പോൾ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ദ സ്ട്രാറ്റജീസ് സെറ്റ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്ത സ്ട്രാറ്റജീസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ദെൻ കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ലോവർ ലെവൽ മാനേജേഴ്സിൻ്റെ ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, മേക്ക് എ ഡിസിഷൻ വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ദ ഓവറോൾ സ്ട്രാറ്റജീസ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഫിക്സ് ചെയ്ത ഓവറോൾ സ്ട്രാറ്റജീസിനകത്ത് വെച്ച് തന്നെ ഡിസിഷൻസ് എടുക്കാനായിട്ട് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിന് കഴിയും. മാനേജ്മെൻ്റ് ആയിരിക്കും ആദ്യം ഒരു ഓർഗനൈസേഷൻ്റെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജി എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. ആ സ്ട്രാറ്റജിക്ക് അകത്ത് വന്ന് തന്നെ എന്ത് ചെയ്യും, മിഡിൽ ലെവൽ മാനേജേഴ്സ് ഡിസിഷൻസ് എടുക്കും. ഇനി ലാസ്റ്റ് വരുന്നതാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ സൂപ്പർവൈസേഴ്സ് എവിടെ വരുന്നതാണ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. 4 പേഴ്സൺസ്, അതേപോലെ തന്നെ ടീം ലീഡേഴ്സ്, സെക്ഷൻ ഹെഡ്, ഇവരൊക്കെ ഏതിനകത്ത് വരുന്നതാണ്, ഇവരൊക്കെ ലോവർ ലെവൽ മാനേജ്മെൻറ്റിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസറി ഓർ ഫസ്റ്റ് ലൈൻ മാനേജ്മെൻറ്റ് എന്ന് പറയും. ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സൂപ്പർവൈസ് ദ വർക്ക് ഓഫ് ഫ്രണ്ട് ലൈൻ എംപ്ലോയീസ്. എന്താണ്, അതായത് എംപ്ലോയീസ് ഉണ്ടല്ലോ, എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ഈ ലോവർ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടില്ലേ, എല്ലാ കമ്പനീസിലെ എംപ്ലോയീസിൻ്റെ കാര്യം നോക്കാനാണ് ഒരു സൂപ്പർവൈസർ ഉള്ളത്. അപ്പോൾ എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ആരായിരിക്കും, ഈ ഒരു ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. ദെൻ എൻഷുർ ഡേ ടു ഡേ ഓപ്പറേഷൻസ് റൺ സ്മൂത്ത്ലി. ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്നത് ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. ദെൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ബോത്ത് മിഡിൽ മാനേജ്മെൻറ്റ് ആൻഡ് ഫ്രണ്ട് ലൈൻ എംപ്ലോയീസ്. അതായത് ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റും ഈ എംപ്ലോയീസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ആരായിരിക്കും, ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 3 ലെവൽസ് പഠിച്ചു, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കീ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വാട്ട് ആർ ദ കീ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ കുറേ +2 ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ്, ബഡ്ജറ്റിംഗ്, ഇങ്ങനെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒന്നാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. എന്ത് ഡിസൈഡ് ചെയ്യുന്നു, ഓർഗനൈസേഷൻ്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സും മുൻകൂട്ടി എന്ത് ചെയ്യുന്നു, തീരുമാനിക്കുന്നു. അപ്പോൾ ഇവർ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് സെറ്റിംഗ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ് ടു അച്ചീവ് ദം. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഗോൾസും ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് കൂടെ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം സെറ്റിംഗ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു, രണ്ടാമത് സ്ട്രാറ്റജീസ് എന്ത് ചെയ്യുന്നു, അച്ചീവ് ചെയ്യുന്നു. ആ അച്ചീവ് ചെയ്യാനുള്ള എന്ത് ചെയ്യുന്നു, സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ ക്രിയേറ്റിംഗ് ആക്ഷൻ പ്ലാൻസ്. അതായത് ഇത് അച്ചീവ് ചെയ്യാൻ കുറച്ച് പ്ലാൻസുകൾ വേണമല്ലോ, നമ്മൾ ഓരോ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യണ്ടേ. ആ ആക്ഷൻ പ്ലാൻസ് കൂടെ എന്ത് ചെയ്യുന്നു, ഇവർ ഡെവലപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വണ്ണാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതും എന്തിൽ വരും, ഓർഗനൈസിങ്ങിൽ വരും. ഡിസൈൻ ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു, ഡിസൈൻ ചെയ്തെടുക്കുന്നു. അസൈനിങ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റീസ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ആർക്കാണ് അതോറിറ്റി, അധികാരമുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ദെൻ എക്സ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്ക് മുമ്പാണ് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്, നമ്മൾ റിപ്പോർട്ടിംഗ് അതോറിറ്റി ഏതാണ്, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് ഓർഗനൈസിങ് ഫംഗ്ഷനിലാണ്. നെക്സ്റ്റ് വണ്ണാണ് ലീഡിങ്. അത് നമുക്ക് ഡയറക്റ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം. ലീഡിങ്ങിനകത്താണ് ഈ മോട്ടിവേറ്റിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് എംപ്ലോയീസിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക, ബിൽഡിംഗ് സ്ട്രോങ് ടീം, ഒരു കൃത്യമായിട്ടുള്ള ടീമിനെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ലീഡിങ്ങിനകത്താണ് വരുന്നത്. നെക്സ്റ്റ് വണ്ണാണ് കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഓർഗനൈസേഷനിൽ പ്ലാൻ ചെയ്തതെല്ലാം കൃത്യമായിട്ടാണോ നടക്കുന്നത്, അതിനെന്തെങ്കിലും കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണോ, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺട്രോളിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ, മോണിറ്ററിങ് പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു. നെക്സ്റ്റ് മെഷറിങ് റിസൾട്ട് അഗെയിൻസ്റ്റ് ഗോൾസ്. നമ്മളിപ്പോൾ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യുകയാണ്, മെഷർ ചെയ്യുകയാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റീവായിട്ടുള്ള എന്ത് ചെയ്യണം, ആക്ഷൻസ് എടുക്കണം. ആദ്യം നമ്മൾ പെർഫോമൻസ് നോക്കണം, എന്നിട്ട് നമ്മളുടെ റിസൾട്ട് എന്ത് ചെയ്യണം, മെഷർ ചെയ്ത് നോക്കണം, അതിനനുസരിച്ച് കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കണം.
ക്ലിയർ ആണോ? ഇനി മാനേജ്മെൻറ്റ് സ്റ്റൈലാണ്. മാനേജ്മെൻറ്റ് സ്റ്റൈലിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് 4 രീതിയിലുള്ള മാനേജ്മെൻറ്റ് സ്റ്റൈലാണ്. ഒന്നെന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ ആണ്. ഇതെന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്, ടോപ്പ് ഡൗൺ അതോറിറ്റിയാണ്. അതായത് മുകളിലിരിക്കുന്നവർ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ട് താഴേക്ക് നടപ്പാക്കുന്നതാണ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ടോപ്പിലിരിക്കുന്നവരായിരിക്കും അവിടെ ഡിസിഷൻ എടുക്കുന്നത്, അവിടെ വേറെ ആരും എന്ത് ചെയ്യത്തില്ല, ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അത്തരത്തിലുള്ള ലെവൽസ് അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് സ്റ്റൈലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു ടോപ്പ് ഡൗൺ അതോറിറ്റിയാണ്, മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ്. രണ്ടാമത്തതാണ് ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരും കൂടെ ചേർന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതെന്താണ്, ഒരു പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിനെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, എൻകറേജ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇവിടെ എംപ്ലോയീസിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിസിഷൻസ് എടുക്കുന്നത്. അടുത്ത മൂന്നാമത്തതാണ് ലേസീസ് ഫെയർ അല്ലെങ്കിൽ ഹാൻഡ് ഓഫ് അപ്രോച്ച് എന്ന് പറയും. ഇവിടെ മിനിമൽ സൂപ്പർവിഷൻ ആയിരിക്കും. മാനേജ്മെൻറ്റ് അധികം ഒന്നും എംപ്ലോയീസിനെ എന്ത് ചെയ്യത്തില്ല, സൂപ്പർവൈസ് ചെയ്യുകയോ കാര്യങ്ങൾ നേരെ നോക്കി കാണുകയോ ചെയ്യത്തില്ല. ഇവിടെ എംപ്ലോയീസ് അവർ ഇഷ്ടത്തിനായിരിക്കും എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലേസീസ് ഫെയർ എന്ന് പറയുന്നത്. അടുത്തതാണ് സിറ്റുവേഷണൽ ലീഡേഴ്സ് അല്ലെങ്കിൽ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയാം. ഇതെന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിൽ ഏത് രീതിയിലുള്ള മാനേജ്മെൻറ്റ് സ്റ്റൈലാണോ ഫോളോ ചെയ്യേണ്ടത് ആ സ്റ്റൈൽ എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. അപ്പോൾ ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതോറിറ്റേറിയൻ സ്റ്റൈലാണ്, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. രണ്ടാമത്തത് ഡെമോക്രാറ്റിക് ആണ്. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ബോത്ത് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ് ആയിരിക്കും. അടുത്തത് ലേസീസ് ഫെയർ എന്ന് പറഞ്ഞാൽ മിനിമൽ സൂപ്പർവിഷൻ ആയിരിക്കും. സിറ്റുവേഷണൽ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ സിറ്റുവേഷൻ്റെ ബേസിസിൽ ആയിരിക്കും. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്? വളരെ സിമ്പിളായിട്ടുള്ള ഒരു 5 പോയിൻ്റാണ് തന്നിരിക്കുന്നത്. ഒന്ന്, എഫിഷ്യൻസി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസേഷൻ്റെ റിസോഴ്സസ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് എഫക്റ്റീവ്നെസ് ആണ്. എന്താണ്, എൻഷുർ ഗോൾസ് ആർ മെറ്റ്. നമ്മൾ ഉദ്ദേശിച്ച ഗോൾസൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. ഇതാണ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അഡാപ്റ്റബിലിറ്റി ആണ്. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനും ചലഞ്ചസിനും അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എംപ്ലോയി ഡെവലപ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ ഓരോ എംപ്ലോയീസിനെയും അവർ ഗ്രോത്ത് ചെയ്യുകയും അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാണ് എംപ്ലോയി ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഓർഗനൈസേഷണൽ സക്സസ് ആണ്. എന്താണ്, നമ്മുടെ ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യും നോക്കുക. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ലോങ് ടൈം ഒബ്ജക്റ്റീവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.